പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ന് 4ാം ദിവസത്തിൽ അസാധാരണ സാഹചര്യങ്ങളിലേക്ക് ലോകം നീങ്ങുകയാണ്. യുദ്ധം നേരിട്ട് ബാധിക്കുന്ന രാജ്യങ്ങൾക്ക് പുറമെ പരോക്ഷമായിട്ടാണെങ്കിലും യുദ്ധത്തിന്റെ കെടുതികൾ എല്ലാ രാജ്യങ്ങളും നേരിടുകയാണ്. അതിനിടെ ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചു. കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചാൽ കത്തിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇറാന്റെ 11 പടക്കപ്പലുകൾ ഇല്ലാതാക്കിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണവില കുതിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അതേസമയം അരാംകോ റിഫൈനറി ആക്രമിച്ചിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി കിരൺ ബാബു ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ ബാബു, ഇവിടെ ഇറാനെതിരായിട്ടുള്ള US ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ അത് അതിശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകുമ്പോൾ അമേരിക്ക ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകുന്നു. എന്ത് പ്രതീക്ഷിക്കാമിനി? ടോമ, ഏത് തരത്തിലേക്കും പോകാം ഇത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് CNN പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. വലിയ തരംഗങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ, വിജയം വരെയുള്ള അടി ഉണ്ടാവും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതുവരെ കണ്ടതൊന്നുമല്ല, ഇതിലും കടുത്ത യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുമെന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇത് തന്നെ പറയുന്നു, ഈ തരത്തിലേക്കുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തായാലും ഇറാനു നേരെ ആ തരത്തിൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇറാന്റെ ഭാഗത്തു നിന്നും പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇറാനെ അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു രാജ്യമല്ല. ആത്യന്തികമായ വിജയം ആർക്കാണ് ലഭിക്കുന്നതെങ്കിലും അതിനപ്പുറത്തേക്ക് ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രത്യാക്രമണത്തിന് ശേഷിയുള്ള ഒരു രാജ്യമാണ്. പ്രത്യേകിച്ച് അവരുടെ ഡ്രോണുകൾ എന്നൊക്കെ പറയുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോണുകളാണ്. ഒരേ സമയം 5 ലക്ഷ്യങ്ങളിലേക്ക് ആയുധങ്ങൾ തൊടുത്തുവിടാൻ കഴിയുന്ന ഡ്രോണുകളാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിലടക്കം റഷ്യ വ്യാപകമായി ഉപയോഗിച്ചടക്കം ഇറാന്റെ ഈ ഡ്രോണുകളായിരുന്നു. അതടക്കമുള്ള മിസൈലുകൾ അടക്കം ഇറാന്റെ പക്കൽ ശക്തമായ ആയുധങ്ങളുണ്ട്. അവസാന നിമിഷം ഗതികെട്ട ഒരു അവസ്ഥയിലേക്കാണ് ആ രാജ്യം പോകുന്നതെങ്കിൽ സ്വാഭാവികമായും അവർ കനത്ത തിരിച്ചടി ഉണ്ടാകും, അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഈ തിരിച്ചടിയിൽ ഏറ്റവും വലിയ പ്രത്യേകത യുദ്ധത്തിൽ അല്ലെങ്കിൽ സംഘർഷത്തിൽ ഒരു ഭാഗത്ത് നിൽക്കുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ്. അമേരിക്കയെ സംബന്ധിച്ച് നിലവിൽ ഇറാനിലുള്ള ഏതെങ്കിലും മിസൈലുകൾ ദീർഘദൂര മിസൈലുകൾ കൊണ്ടൊന്നും അമേരിക്കയുടെ ഏതെങ്കിലും ലക്ഷ്യസ്ഥാനത്തേക്ക് ഇട്ട് അമേരിക്കയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണത്തിന് ശേഷിയില്ല. അങ്ങനെയുള്ള മിസൈലുകൾ ഉണ്ടെങ്കിൽ പോലും ഇത്രയധികം ദീർഘദൂരം ഈ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്തുകൊണ്ട് അമേരിക്ക വരെ സഞ്ചരിച്ച് അമേരിക്കയിൽ പോയി വീണ് നാശനഷ്ടമുണ്ടാക്കാനൊന്നും ഇറാനെ സംബന്ധിച്ച് പ്രായോഗികമായി കഴിയില്ല. അങ്ങനെ നടന്നാൽ അത് അത്യത്ഭുതമാണ് എന്ന് പറയേണ്ടി വരും. മറ്റൊന്ന് ഇസ്രയേലാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചായാലും 1000, 900, 1200 കിലോമീറ്റർ ദൂരത്തിലേക്കൊക്കെ പോകാൻ കഴിയുന്ന മിസൈലുകൾ, അത്തരം മിസൈലുകളൊക്കെ ഇറാന്റെ ഭാഗത്തുണ്ട്. പക്ഷേ ഇത്ര ദീർഘദൂരം പോയി അവരുടെ ലക്ഷ്യങ്ങളൊക്കെ തകർക്കുക എന്ന് പറഞ്ഞാൽ അതിന് വിജയശതമാനം വളരെ കുറവായിരിക്കും. അത്രത്തോളം മിസൈലുകൾ തൊടുക്കേണ്ടി വരും അവിടെ എത്തിക്കാൻ. കാരണം ഇതിനിടയിലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെയും ആ രാജ്യങ്ങളിലെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം മറികടന്നു വേണം ഇറാന്റെ ഒരു മിസൈലിന് അവിടെ എത്താൻ. അതിനു പകരം ലബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ആക്രമണമാകും ഇസ്രായേലിന് നേരെ നടത്തുക. അത് പ്രതിരോധിക്കാൻ വേണ്ടി ഹിസ്ബുള്ള ലബനന് നേരെ അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം ഇസ്രായേലിനും അങ്ങനെ നേരിട്ട് ഒരു ഇറാന്റെ ഭാഗത്തു നിന്ന് അതിശക്തമായ ആക്രമണം ഉണ്ടായി തങ്ങളുടെ ഏതെങ്കിലും തന്ത്രപ്രധാനമായ മേഖലകൾ നശിക്കുമെന്നോ അല്ലെങ്കിൽ അവിടെ വലിയ ആക്രമണം ഉണ്ടാകുമെന്നോ കാര്യമായി ഭയപ്പെടേണ്ടതില്ല. പക്ഷേ അമേരിക്കയെ പോലെ അത്ര സുരക്ഷിതമല്ല ഇസ്രായേൽ എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട്. ലബനിൽ നിന്നൊക്കെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് കടുത്ത ആഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുന്ന ഘടകം ഈ ആക്രമണം ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരിക ഇറാന് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഗൾഫ് രാജ്യങ്ങളാവും, ഈ GCC രാജ്യങ്ങൾക്ക് നേരെയാവും. കാരണം ഈ GCC രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയിലെ വ്യോമത്താവളങ്ങൾ, അമേരിക്കയുടെ താവളങ്ങൾ ഈ രാജ്യങ്ങളെല്ലാം ഉണ്ട്. ഇവരെല്ലാം തന്നെ ഇറാൻ പക്ഷത്തല്ല നിൽക്കുന്നത്, അമേരിക്കൻ ഇസ്രായേൽ അച്ചുതന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിലേക്കാവും പ്രധാനമായും ആക്രമണം ഉണ്ടാകുക. ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ധാരാളം ഇന്ത്യക്കാരുള്ള രാജ്യങ്ങളാണ്. ഇതെല്ലാം തന്നെ മലയാളികളുള്ള രാജ്യമാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ ആശങ്ക, ലോകക്രമത്തിൽ ലോകത്തെ ഏതു മനുഷ്യരും മരിക്കുന്നതും ആശങ്ക തന്നെയാണ്. പക്ഷേ പ്രത്യേകിച്ച് അതിൽ ഇന്ത്യക്കാരും മലയാളികളും ഒക്കെ ഉൾപ്പെടുന്നു എന്ന് വരുമ്പോൾ കൂടുതൽ വൈകാര്യമായ ഒരു അംശം കൂടി അതിൽ പെടും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആശങ്ക ഓരോ ഇന്ത്യക്കാരൻ്റെ മനസ്സിലും, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മനസ്സിലും എല്ലാം തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് മലയാളികളൊക്കെ ധാരാളമായി അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ട്രംപ് പറഞ്ഞ CNN പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. അദ്ദേഹം 4 ലക്ഷ്യങ്ങളാണ്
ലക്ഷ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഇറാന്റെ മിസൈൽ ശേഷി നശിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ട്, ഇറാൻ നാവികസേനയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. ഇറാൻ നാവികസേന എന്ന് പറഞ്ഞാൽ അത് ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ അവർ അടച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. അവിടെ ആ മേഖലയിലൊക്കെ വലിയ ശക്തമായ നാവികസേനയുള്ള രാജ്യമാണ് ഇറാൻ. മൂന്ന്, ഇറാന്റെ ആണവമോഹം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും ഇറാന് ആണവ ആയുധങ്ങളിലേക്ക് എത്തിച്ചേരാനൊന്നും കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അവർ ഇടയ്ക്ക് ആണവ ആയുധങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇത്തരം ഒരു ആക്രമണത്തിന് അവർ വിധേയരാകില്ല എന്നതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊന്ന്, തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ആയുധം നൽകുന്നത് നിർത്തുക എന്നുള്ളതാണ്. ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്ന പ്രധാനപ്പെട്ട തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം സഹായിക്കുന്നത് ഇറാനാണ്. അതുകൊണ്ടാണ് ഇറാന് നേരെ ആക്രമണം നടത്തുന്നത് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ന്യായം. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇസ്രായേൽ പുതിയൊരു ഭരണക്രമത്തിന് കൂടി തങ്ങൾ ലക്ഷ്യമിടുന്നുവെന്നാണ്. ട്രംപ് പക്ഷേ ആ വിഷയം പറയുന്നില്ല. എന്തായാലും ഇനി ഒരു ശക്തമായ ആക്രമണത്തിന് തന്നെയാണ് ഈ രണ്ട് രാജ്യങ്ങളും തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഈ യുദ്ധം അവസാനിക്കും, അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം അവസാനിക്കുമെന്നുള്ള പ്രതീതി ഉണ്ടായിരുന്നു. കാരണം വ്യോമപാത ഭാഗികമായി തുറന്നിരുന്നു. വ്യോമപാത ഭാഗികമായി തുറന്നു എന്നതിനർത്ഥം ലോകത്തെവിടെയായാലും സാധാരണ ജനങ്ങൾക്ക് ഒരു സംഘർഷം അവസാനിക്കുന്നു എന്നതിൻ്റെ സൂചന വ്യോമപാത തുറക്കുക എന്നുള്ളതാണ്. വ്യോമപാത തുറക്കുന്നതിനർത്ഥം ആകാശത്തുകൂടി പിന്നീട് രണ്ട് രാജ്യങ്ങളുടെയും മിസൈലുകൾ ചീറിപ്പായില്ല എന്ന് തന്നെയായിരുന്നു. അതിനുശേഷമാണ് ട്രംപിൻ്റെ വാർത്താ സമ്മേളനം വരുന്നത്. ട്രംപാണ് ഈ വാർത്താ സമ്മേളനത്തിൽ അതിശക്തമായ തിരിച്ചടി ഇറാന് നൽകുമെന്നും GCC രാജ്യങ്ങളാകെ ഞങ്ങൾക്കൊപ്പമുണ്ടെന്നും അവരുടെ എല്ലാം പിന്തുണയോടുകൂടി അവരുടെ എല്ലാം സഹകരണത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നതെന്നും പ്രഖ്യാപിച്ചത്. ഇതോടുകൂടിയാണ് ഈ GCC രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിൽ മഹാഭൂരിപക്ഷം മിസൈലുകളും തകർക്കാൻ ഈ രാജ്യങ്ങളുടെ അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെയും പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തകർക്കുമ്പോൾ പോലും ഈ രാജ്യങ്ങളിലൊക്കെ ആകാശത്ത് വെച്ചാണ് ഇതൊക്കെ തകർക്കുന്നത്. കിരൺ ബാബു സൂചിപ്പിച്ചതുപോലെ ഈ ഒരു യുദ്ധം ആക്രമണം ഇങ്ങനെ നീണ്ടുപോയാൽ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് സ്വാഭാവികമായും നമ്മൾ ഓരോരുത്തരുമായിരിക്കും, ഇന്ത്യക്കാരായിരിക്കും. പ്രത്യേകിച്ച് നിരവധി മലയാളികളടക്കം ഈ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഈ US എംബസിക്ക് നേരെ, അതായത് സൗദി അറേബ്യയിലെ റിയാദിലുള്ള US എംബസിക്ക് നേരെ പോലും ആക്രമണം, ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടന്നിരുന്നു. ആക്രമണത്തിൽ എംബസിക്ക് തീപിടിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. മറ്റ് രാജ്യങ്ങളിലേക്കും ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നുണ്ടോ? നിലവിലൊരു സാഹചര്യം എന്താണ്? കാരണം ഇന്നും ഈ 4ാം ദിവസവും ഇരു രാജ്യങ്ങളും പരസ്പരം ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ ആക്രമണത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എവിടെന്നെങ്കിലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കിരൺ ബാബു? ടോം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ GCC രാജ്യങ്ങളൊന്നും തന്നെ നേരിട്ട് അവരുടെ എയർബേസുകളൊന്നും ഇറാന് നേരെ ആക്രമണം നടത്താൻ വേണ്ടി അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇറാൻ പക്ഷത്തല്ല നിൽക്കുന്നത്. നേരത്തെ പരമ്പരാഗതമായി തന്നെ ഇറാനുമായി ശത്രുതയിലോ അല്ലെങ്കിൽ ഇറാനുമായി എതിരായ നിലപാടോ സ്വീകരിക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഈ അമേരിക്കയുടെ അടക്കം വ്യോമത്താവളങ്ങളും അവരുടെ സഹായവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് ഏറ്റവും വേഗത്തിൽ കഴിയുന്നത് ഈ GCC രാജ്യങ്ങളിലെ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന് സഹായം ചെയ്യുന്ന GCC രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക എന്നുള്ളതാണ്. അതിനുള്ള ആയുധ സംവിധാനങ്ങളൊക്കെ ഇറാനിലുണ്ട്. ഇറാനെ സംബന്ധിച്ച് അവിടത്തേക്ക് വിടുന്ന അപകടങ്ങൾ ഈ GCC രാജ്യങ്ങളിലെല്ലാം ഉണ്ടാകുന്നുണ്ട്. തീപിടുത്തം ഉണ്ടാകുന്നുണ്ട്. അത് ഇറാന്റെ ആക്രമണത്തിൽ ഏതെങ്കിലും ലക്ഷ്യസ്ഥാനം ഭേദിച്ച് തകർന്നിട്ടാണോ, അതോ മറ്റ് രാജ്യങ്ങളുടെ ആകാശത്ത് വെച്ച് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ നശിപ്പിക്കുമ്പോൾ അത് നശിപ്പിച്ചാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ വന്നു വീഴുന്നത്, തീപിടിച്ച് തന്നെ വന്നു വീഴുന്നത് കെട്ടിടങ്ങളുടെ മുകളിലോ ജനവാസ മേഖലകളിലോ ഒക്കെ ആവും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട റിഫൈനറികളുടെ ഒക്കെ മുകളിലാണെങ്കിൽ സ്വാഭാവികമായും അവിടെ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അങ്ങനെയാണോ അപകടങ്ങൾ ഉണ്ടാകുന്നത്, അതോ ഇറാൻ ആ ലക്ഷ്യങ്ങൾ ഭേദിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണത്തിലാണോ അപകടം ഉണ്ടാകുന്നത്? ഇതെല്ലാം സ്ഥിരീകരിക്കാൻ കഴിയുക ഇപ്പോൾ നമുക്ക് കഴിയില്ല. കാരണം ഈ യുദ്ധത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത്തരം കാര്യങ്ങളിലൊന്നും ഈ രാജ്യങ്ങൾ ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകാൻ തയ്യാറാവില്ല. ഇപ്പോൾ തന്നെ സൗദി അറേബ്യയിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നതിൽ അവിടെ തീപിടുത്തം ഉണ്ടായി എന്നത് അവിടുത്തെ മാധ്യമങ്ങളടക്കം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ആക്രമണത്തിലാണോ, അതോ ഇറാന്റെ ഏതെങ്കിലും ഡ്രോൺ വെടിവെച്ചിട്ടപ്പോൾ അല്ലെങ്കിൽ അല്ലാതെ മിസൈൽ കൊണ്ട് തകർത്തപ്പോൾ അത് തകർന്ന് വീണ് ഉണ്ടായ തീപിടുത്തമാണോ? അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് എണ്ണവില കുതിച്ചുയരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. ഹോർമൂസ് കടലിടുക്ക് വഴി വരുന്ന ഏത് എണ്ണക്കപ്പലുകളായാലും, ഞങ്ങളുടെ അനുമതിയില്ലാതെ വരുന്ന ഏത് എണ്ണക്കപ്പലുകളെയും തങ്ങൾ ആക്രമിക്കും, അതിനെ തീയിടും എന്ന് തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത UAE
സൗദിയുടെയും ഒമാൻ്റെയും ഒക്കെ അതിർത്തി ഒരു ഭാഗത്ത് വരുന്നെങ്കിൽ മറുഭാഗം വരുന്നത് പൂർണ്ണമായും അത് ഇറാൻ്റെ കൈവശമാണ്, ഇറാൻ്റെ നിയന്ത്രണത്തിലാണ്. അതുവഴി കടന്നു പോകുന്ന എണ്ണക്കപ്പലുകൾക്ക് മേൽ ആക്രമണം നടത്താൻ ഇറാന് യാതൊരു പ്രയാസവുമില്ല. ഇറാൻ ആക്രമിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇറാനെ നിർവീര്യമാക്കാതെ അതുവഴി എണ്ണക്കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാവും. ഇത് 150ഓളം എണ്ണക്കപ്പലുകളാണ് ഈ ഭാഗത്ത് മാത്രം ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയാതെ തമ്പടിച്ചിരിക്കുന്നതെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ എണ്ണവില കുതിച്ചുയരാനുള്ള സാധ്യതയുണ്ട്. ആകെ എണ്ണ ഉപഭോഗത്തിൻ്റെ ലോകത്തിൻ്റെ ആകെ എണ്ണ ഉപഭോഗത്തിന് 1/5 എണ്ണയും കടന്നു പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് എന്നതുകൂടി ആലോചിക്കണം. അപ്പോൾ ലോകത്താകെ ഉണ്ടാകുന്ന 1/5 എണ്ണയും കടന്നു പോകേണ്ട ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ ട്രംപൊക്കെ അവകാശപ്പെടുന്നത് പോലെ ഒരു 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 20 ദിവസത്തേക്ക് അടഞ്ഞു കിടന്നാൽ ലോകത്താകമാനം എണ്ണക്ഷാമം ഉണ്ടാകാൻ വഴിയുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച $79 ബാരലിന് വിലയെങ്കിൽ അതിപ്പോൾ ഇന്നലെ $79 ഉയർന്നു. അത് ഇനി 2 ആഴ്ചയോ 20 ദിവസമോ നീണ്ടു കഴിഞ്ഞാൽ അത് $200 വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. $200 വരെ എണ്ണ വിലയ്ക്കകത്ത് വർധനമുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായും എല്ലായിടത്തും ഇന്ധനവിലയിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവും. ഇത് ലോകത്തെ ആകെ ബാധിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യ അടക്കം റഷ്യയിൽ നിന്ന് അമേരിക്കയുമായി ഉണ്ടാക്കിയ ധാരണപ്രകാരം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് പറയുമ്പോൾ വീണ്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് ഇന്ത്യ അടക്കം കടക്കുകയാണ്. കാരണം ഇറാനിൽ നിന്നുള്ള എണ്ണ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ വിലയ്ക്ക് എണ്ണ കിട്ടാൻ സാധ്യതയുള്ള അടുത്ത രാജ്യത്തെ ആശ്രയിക്കുക എന്നുള്ളത് ഏത് ലോകത്തും എണ്ണ വാങ്ങേണ്ടി വരുന്ന രാജ്യങ്ങൾക്കെല്ലാം സ്വാഭാവികമായും അങ്ങനെ ചെയ്യേണ്ടി വരും. അത് ഒരു പ്രധാനപ്പെട്ട ഭീഷണിയായി തന്നെ നിൽക്കുകയാണ്. വ്യക്തമാണ്. അതാണ് കിരൺ ബാബു സൂചിപ്പിച്ചതുപോലെ ഈ പശ്ചിമേഷ്യൻ സംഘർഷം 4ാം ദിവസത്തേക്ക് നീങ്ങുമ്പോൾ അത് അസാധാരണമായ ചില സാഹചര്യങ്ങളാണ് ലോകം നേരിടുന്നത്. യുദ്ധം നേരിട്ട് ബാധിക്കാത്ത രാജ്യങ്ങളെപ്പോലും വലിയ രീതിയിലുള്ള പ്രതിസന്ധികളായിരിക്കും വരും ദിവസങ്ങളുണ്ടാകാൻ പോവുക. അത് ഒരുപക്ഷെ പെട്രോളിൻ്റെ വില, സ്വർണത്തിൻ്റെ വില, ഓഹരി വിപണി ഉൾപ്പെടെ ഇത് ബാധിക്കും. മറ്റു വിലക്കയറ്റത്തിന് പോലും സാധ്യതയുണ്ട് ഇങ്ങനെ യുദ്ധം നീണ്ടുപോയാൽ.